ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ മരണപ്പെട്ട ദിവസം തന്നെ ഇന്ത്യയുടെ പ്രതീകമായ ബാബരി മസ്ജിദ് തച്ചു തകർത്ത് ആസൂത്രിതമായിട്ടാണ്. എന്താ അതിന്റെ അർത്ഥം? ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറിന്റെ ചരമം നടന്ന ഈ ഡിസംബർ 6 തന്നെ ബാബരി മസ്ജിദ് തകർക്കുവാൻ ഫാസിസ്റ്റുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പ്രതീകമായ ബാബരി മസ്ജിദ് ഞങ്ങൾ തകർത്തെങ്കിൽ ഈ അംബേദ്കറിനാൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തകർക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അളലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദല്ലാഹ് സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒരു സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്. മുആദേ, എനിക്ക് താങ്കളോട് വലിയ ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തുറന്നു പറഞ്ഞു. അത്ര വലിയ സ്നേഹമുള്ള സഹാബിയാണ് മുആദ്. ആ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅസ മുആദൻ ഇലൽ യമൻ, യമനിലേക്ക് ഖലീഫയായിട്ട്, യമനിന്റെ ഭരണാധികാരിയായിട്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ യമനിലേക്ക് യാത്രയാക്കിയ ആ രംഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ അതിർത്തിയിലേക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ ആനയിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. മദീനയുടെ അതിർത്തി പ്രദേശത്ത് ചെന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, മുആദേ, നീ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നെ നിനക്ക് കാണാൻ സാധിക്കണമെന്നില്ല. ഒരുപക്ഷെ നീ കാണുന്നത് എന്റെ ഖബറായിരിക്കും, എന്റെ റൗളയായിരിക്കും എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കവയ്യാതെ വിതുമ്പി. പ്രവാചകനും കരഞ്ഞു. രണ്ടുപേരും സ്നേഹത്തിന്റെ കണ്ണുനീർ വാർത്തിട്ട് പ്രവാചകൻ യമനിലേക്ക്, ജൂത നസാറാക്കൾ താമസിക്കുന്ന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട വിഭാഗമാണ് യമൻ, ആ യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അയക്കുകയാണ്. ഖലീഫയായി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി പ്രവാചകൻ അയക്കുന്ന മുആദിനോട് പ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മുആദേ, യമനിന്റെ ഭരണാധികാരിയാണ് താങ്കൾ ആ രാജ്യത്ത് പോയി ഭരണാധികാരി എന്ന നിലയ്ക്ക് യമൻ നിവാസികളോട്, താങ്കളുടെ പ്രജകളോട് താങ്കൾ അക്രമം പ്രവർത്തിക്കരുത്. മർദ്ദിതന്റെ പ്രാർത്ഥന താങ്കൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ. മർദ്ദിതന്റെ പ്രാർത്ഥനയുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. മർദ്ദിതന്റെ പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹുവിന്റെ സമുദ്രത്തിലേക്ക് ഉയർന്നു പോകുമ്പോ അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത്. ഒരു ഭരണാധികാരിക്കുണ്ടാകേണ്ട സുപ്രധാനമായ ഒരു വിശേഷണമാണ് പ്രിയപ്പെട്ടവരെ, അയാൾ നീതിയോടുകൂടി ഭരണം നടത്തണം. തന്റെ രാജ്യത്തുള്ളവരോട്, തന്റെ പ്രജകളോട്, തന്റെ ജനങ്ങളോട് അക്രമം അരുത് എന്നുള്ളത് ഇതെല്ലാവർക്കും അത്യാവശ്യമാണ്. ആക്രമിക്കപ്പെട്ടവന്റെ ശാപ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അഥവാ
ഒരാളും നീ കാരണമായി യമനിൽ കണ്ണുനീര് കുടിക്കേണ്ടി വരരുത്. നീ ആരെയും ദ്രോഹിക്കരുത്. അക്രമം ആരും ഇഷ്ടപ്പെടുകയില്ല. അക്രമത്തെ മനുഷ്യൻ വെറുക്കുന്നു. അക്രമം നികൃഷ്ടമായ ഒരു സ്വഭാവമാണ്. അത് മനുഷ്യരോടായാലും ശരി, മനുഷ്യേതര ജീവജാലങ്ങളോടായാലും ശരി, ഈ പ്രകൃതിയോട് തന്നെയാണെങ്കിലും ശരി, അക്രമം അരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത പ്രധാനപ്പെട്ട ഉപദേശം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹു അക്രമകാരികളെ ഇഷ്ടപ്പെടുകയില്ല. ഇന്ന് വർത്തമാന ലോകത്ത് അതിക്രൂരമായ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയാണ്. ഒരു ദിവസമല്ല, നിരന്തരം അക്രമങ്ങളുടെ മാലപ്പടക്കം ഇവിടെ പൊട്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു വാർത്തയാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള അനാഥയായ ഒരു പെൺകുട്ടി കിടന്ന് ഉറക്കിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആ കുട്ടിയുടെ സംരക്ഷകരായിട്ടുള്ള ആയമാർ 3 ആയമാർ ചേർന്ന് 2.5 വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു ബാലികയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച് അതിക്രൂരമായ നിലയിൽ ആ പെൺകുഞ്ഞിനോട് പെരുമാറിയ ഒരു വാർത്ത നമ്മളെല്ലാവരും വായിച്ചു. പ്രിയപ്പെട്ടവരെ, അതുപോലെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്ത ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കണ്ടത് ബംഗ്ലാദേശിൽ ഹരേ കൃഷ്ണ ആശ്രമത്തിലെ ഗോശാലയിലെ പശുക്കളെ ക്രൂരമായി അടിച്ചുകൊല്ലുന്ന ഒരു സംഭവം. പശുക്കളാണ്. തന്റെ കയ്യിലിരിക്കുന്ന തൂമ്പ കൊണ്ടും കോടാലി കൊണ്ടും പാര കൊണ്ടും മിണ്ടാപ്രാണികളായ പശുക്കളെ ക്രൂരമായി അടിച്ചു കൊല്ലുകയാണ്. വല്ലാത്ത കാഴ്ച. ഇങ്ങനെ ഭൂമിയിൽ, ഈ ലോകത്ത് പലതരത്തിലുള്ള അക്രമങ്ങൾ, മാതാപിതാക്കളോടുള്ള അക്രമം, മക്കളോടുള്ള അക്രമം, മിണ്ടാപ്രാണികളോടുള്ള അക്രമം, ഈ പ്രകൃതിയോട് പോലുമുള്ള അക്രമങ്ങൾ അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതല്ല പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയം. ആമുഖമായി ഇത് പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞതായി പഠിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തലാലിമു. അല്ലാഹു തആല പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തിന്റെ മേൽ അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു ആരെയും അക്രമിക്കുകയില്ല. അകാരണമായി അല്ലാഹു ആരെയും ദ്രോഹിക്കുകയില്ല. വലാ തുളമൂന ഫതീല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളോട് തരുമ്പും അല്ലാഹു അക്രമം ചെയ്യുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കരുത്, നിങ്ങൾ അക്രമകാരികളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 4 വിഭാഗം ആളുകളെ, അല്ലെങ്കിൽ 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. ലാലിമ, അക്രമകാരി. അള്ളിലമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം. കൊടിയ അക്രമകാരി, കൊടിയ അക്രമം. അല്ലാഹു തആല 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഏറ്റവും വലിയ അക്രമം എന്നാണ്. ഏതൊക്കെയാണ് ഏറ്റവും വലിയ അക്രമം? 4 കാര്യങ്ങൾ മറന്നു പോകരുത്. ഒന്നാമതായി അല്ലാഹു സൂറത്തുൽ ബഖറ 140-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമൻ അളിലമു മിമ്മൻ കതബ ഷഹാദ ഇൻദഹു മിനല്ലാഹ്. ഏറ്റവും വലിയ അക്രമം ഇതാണ്. അല്ലാഹുവിൽ നിന്നും സാക്ഷ്യം ലഭിച്ചതിനു ശേഷം തന്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചു വെക്കുന്നവൻ. എങ്ങനെ? അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ കാര്യം മറച്ചു വെക്കുന്നതാണ് ഏറ്റവും വലിയ അക്രമം. ഈ ആയത്ത് അവതരിച്ചതിന്റെ ഒരു പശ്ചാത്തലം വിശദീകരിച്ച് പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്
ജൂത നസാറാക്കൾ പറഞ്ഞു ഇബ്രാഹിം ഞങ്ങളുടെ പ്രവാചകനാണ്. ജൂതന്മാര് പറഞ്ഞു ഇബ്രാഹിം ജൂതനാണ്. നസാറാക്കൾ പറഞ്ഞു ഇബ്രാഹിം നസ്രാനിയാണ്. ഇവ രണ്ടുപേരുടെയും വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തി ഇബ്രാഹിം ജൂതനല്ല, ഇബ്രാഹിം നസ്രാനിയുമല്ല. ഈ സത്യത്തെ മറച്ചു വച്ചുകൊണ്ട് ജൂത നസാറാക്കൾ ഇബ്രാഹിം ജൂതനാണ് എന്ന് അഭിപ്രായപ്പെട്ടപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. അഥവാ അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യത്തെ മറച്ചു വെക്കുന്നവർ അവർ വലിയ അക്രമകാരികളാണ്. രണ്ടാമത്, അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമയ്ക്കുന്നവർ, അള്ളാഹുവിന്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഏറ്റവും വലിയ അക്രമകാരികളാണ്. ഉദാഹരണമായിട്ട് അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹു പിതാവാണ് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കളവാണ്. ഈ രീതിയിൽ കളവാരോപിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ ഏറ്റവും വലിയ അക്രമകാരികളാണ് എന്നാണ്. മൂന്നാമതായി അള്ളാഹു പറഞ്ഞു, വമൻ അളിലമു മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബി ഫഅറള അൻഹാ. വമൻ അളിലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബി, അവന്റെ അടുക്കൽ റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവൻ, അവനാണ് ഏറ്റവും വലിയ അക്രമി എന്ന് സൂറത്തുൽ കഹ്ഫ് 57-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. നാലാമത്തെ വിഭാഗം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വമൻ അളിലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അക്രമകാരികളെന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ വിഭാഗം ആരാണെന്നറിയോ? വമൻ അളിലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അയ്യുദ്കറ ഫീഹാ ഇസ്മു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ തദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അല്ലാഹു പറഞ്ഞത് ഏറ്റവും വലിയ അക്രമകാരി ആരാണ്? അല്ലാഹുവിന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും പരിശുദ്ധമായ പള്ളികളിൽ, ശ്രദ്ധിക്കണവിടെ, പരിശുദ്ധമായ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും ആ പള്ളികൾ പൊളിക്കുകയും ചെയ്യുന്നവരെക്കാൾ, ആ പള്ളികൾ തകർക്കുകയും ചെയ്യുന്നവരെക്കാൾ ഏറ്റവും വലിയ അക്രമകാരികൾ ആരാണ്? മനസ്സിലായോ? പള്ളി പൊളിക്കുന്നവരെക്കാൾ, അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അവനെ പ്രകീർത്തിക്കുന്നതിൽ നിന്നും തടസ്സം സൃഷ്ടിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ പരമ അക്രമകാരികൾ ആരാണ് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം. ഇന്ന് പള്ളി പൊളിക്കാൻ, ഓരോരോ പള്ളികൾ പൊളിക്കാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധ പള്ളികൾ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്ന, ഗൂഢമായ തന്ത്രങ്ങൾ മെനയുന്ന ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളെക്കാൾ വലിയ ശത്രുക്കൾ ആരുണ്ടെന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്ന് ഡിസംബർ 6 ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അടങ്ങാത്ത നൊമ്പരത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളുമായിട്ടാണ് ഓരോ ഡിസംബർ 6 കടന്നു വരുന്നത്. ഈമാനുള്ള ഒരു വിശ്വാസി ഓരോ ഡിസംബർ 6 അവന്റെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയ ഒരു ദിവസമാണ്. 1992 ഡിസംബർ 6-ാം തീയതി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെ മേൽ അനീതിയുടെയും അക്രമത്തിന്റെയും തീമഴ പെയ്തിറങ്ങിയ ദിവസമാണ് ഈ ഡിസംബർ 6 എന്ന് നാം മറന്നു പോകരുത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും
മതസ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശവും പിച്ചി ചീന്തപ്പെട്ട കറുത്ത ദിനമാണ് പ്രിയപ്പെട്ടവരെ ഡിസംബർ 6 എന്ന് നാം ഓർക്കണം. ഈ ക്രൂരത നടന്നിട്ട്, അഥവാ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് 4.5 പതിറ്റാണ്ട് കാലം ഏകനായ റബ്ബിന് സത്യവിശ്വാസികൾ സുജൂദ് ചെയ്ത ആ പരിഭാവനമായ മസ്ജിദ് തകർത്തിട്ട് 32 വർഷം തികയുകയാണ്. ഈ പള്ളി നമുക്ക് മറക്കാനാവില്ല. ഈ പള്ളിയുടെ ചരിത്രം എല്ലാ ഡിസംബർ 6കൾക്കും ഓർക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. വരുന്ന തലമുറയ്ക്ക് ബാബരി മസ്ജിദിന്റെ സുന്ദരമായ ചരിത്രം നമ്മൾ കൈമാറേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ പള്ളി മറക്കാൻ പാടില്ല. ബാബരി മസ്ജിദ്, ആ മസ്ജിദിന്റെ മേലുള്ള കൈവെപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മേലുള്ള കൈവെപ്പാണ്. കാരണം ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന്റെ ചരമദിനമാണ് ഡിസംബർ 6. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അംബേദ്കർ മരണപ്പെട്ടത് ഒരു ഡിസംബർ 6-ാം തീയതിയാണ്. ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ മരണപ്പെട്ട ദിവസം തന്നെ ഇന്ത്യയുടെ പ്രതീകമായ ബാബരി മസ്ജിദ് തച്ച് തകർത്തത് ആസൂത്രിതമായിട്ടാണ്. എന്താ അതിന്റെ അർത്ഥം? ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറിന്റെ ചരമം നടന്ന ഈ ഡിസംബർ 6, ഈ ഡിസംബർ 6 തന്നെ ബാബരി മസ്ജിദ് തകർക്കുവാൻ ഫാസിസ്റ്റുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അംബേദ്കർ മരണപ്പെട്ട ദിവസം ഞങ്ങള് ബാബരി മസ്ജിദ് തകർത്തെങ്കിൽ, ഇന്ത്യയുടെ പ്രതീകമായ ബാബരി മസ്ജിദ് ഞങ്ങൾ തകർത്തെങ്കിൽ, ഈ അംബേദ്കറിനാൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തകർക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും അവിചാരിതമായി സംഭവിച്ചതല്ല, ആസൂത്രിതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തകർക്കും എന്ന് പറയുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടന മാറ്റിയെഴുതണം അല്ലെ? ഇന്നവര് പരസ്യമായി അത് പറഞ്ഞു. 1947 പരിശുദ്ധമായ പള്ളികൾ നിലകൊണ്ടിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും മുഴുവൻ ആരാധനാലയങ്ങളായി മസ്ജിദുകളായി നിലനിൽക്കണമെന്നൊരു നിയമമുണ്ട്. 1991 പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമം. ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെ, ആ ഭരണഘടനയ്ക്ക് ഒരു പുല്ലുപോലും വില കൽപ്പിക്കാതെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പള്ളികൾ തകർക്കപ്പെടാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം ഓർക്കുക. ഇന്ത്യയുടെ ഭരണഘടന ഒരു പുല്ല് വില പോലും കൽപ്പിക്കപ്പെടുന്നില്ല ഈ വിഭാഗം. നമുക്കറിയാം ബാബരി മസ്ജിദ്, ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ഇനിയൊന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു അല്ലേ? എന്നാൽ ഗ്യാൻ ബാബി മസ്ജിദ് തൊട്ടു പിന്നാലെ അവർ ഉന്നം വെച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ, ഇന്ത്യയിൽ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ സംബൽ ഷാഹി ജുമാ മസ്ജിദ്, യുപിയിലെ സംബലിലെ ഷാഹി ജുമാ മസ്ജിദ്, ഈ മസ്ജിദ് തകർക്കാനാണ് അടുത്ത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട ബാബർ ചക്രവർത്തി പണിത പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് എന്ന് നാം ഓർക്കുക. 16-ാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ അവിടെ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അവിടെ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷാഹി ജുമാ മസ്ജിദിനെ കുറിച്ച് ചന്ദൌസിയിലെ കൽക്കാദേവി ക്ഷേത്രത്തിലെ പുരോഹിതനായ ഇർഷിരാജ് ഗിരി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ കോടതിയിൽ ഒരു പരാതി കൊടുത്തു. എന്താണ് പരാതി? മുഗൾ രാജാവായ ബാബർ ചക്രവർത്തി 1529 ഹരിഹര ക്ഷേത്രം തകർത്ത് ആ ക്ഷേത്രമിരുന്ന സ്ഥലത്താണ് സംബലിലെ ഷാഹി ജുമാ മസ്ജിദ് അതിക്രമമായി നിർമ്മിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ഹരിഹര ക്ഷേത്രമിരുന്ന ഈ ഭാഗം ഷാഹി മസ്ജിദ് തകർക്കണം, അത് ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങളുടെ ഹരിഹര ക്ഷേത്രമിരുന്ന സ്ഥലമാണ് ഷാഹി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം. അവിടെയാണ് ഞങ്ങളുടെ കൽക്കി അവതാരം പിറവി കൊള്ളാനിരിക്കുന്നത്. അതുകൊണ്ട് ഷാഹി ജുമാ മസ്ജിദ് ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന പരാതിയുമായി ഈ ഇർഷിരാജ് ഗിരി എന്ന് പറയുന്ന
പുരോഹിതൻ കോടതിയെ സമീപിച്ചു, പരാതി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് വിശദമായി നിങ്ങൾ കേട്ടു. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നിമിഷങ്ങൾക്കകം സർവ്വ നടത്താൻ ഉദ്യോഗസ്ഥന്മാർ അവിടത്തേക്ക് വന്നു. 2 തവണയാണ് സർവ്വ നടത്താൻ വേണ്ടി വന്നത്. 2ാമത്തെ തവണയാണ് കഴിഞ്ഞ ഒരു ഞായറാഴ്ച 6 പേർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട 2ാമത്തെ സർവ്വ. ഈ സർവ്വ നടന്ന് അതിന്റെ ഒരു ചർച്ച ഇവിടെ നിന്നും അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ തൊട്ടടുത്ത് കേട്ട വാർത്ത എന്താണ്? അജ്മീർ ദർഗാ ഷരീഫ് പൊളിക്കണം. എന്താ? ഖാജ മുഈനുദ്ദീൻ ചിശ്തി, ലോകത്തിലെ സൂഫി വര്യന്മാരുടെ നേതാവായ, നാനാജാതി മതവിഭാഗക്കാരും സന്ദർശനാർത്ഥം എത്തുന്ന ഒരു വലിയ പള്ളിയാണ് അജ്മീർ പള്ളി. ആ അജ്മീർ പള്ളിയിൽ, അജ്മീറിലെ ദർഗാ ഷരീഫ് അത് പൊളിക്കണം, അതവർക്ക് വിട്ടുകിട്ടണം. എന്താ കാരണം? അതിന്റെ താഴെ ശിവക്ഷേത്രമുണ്ടത്രേ. ശിവക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഖാജ തങ്ങൾക്ക് വേണ്ടി അന്നത്തെ മുസ്ലിമീങ്ങൾ അവിടെ ഖബർ ഒരുക്കിയത്. അതുകൊണ്ട് ഖാജ തങ്ങളുടെ ഖബർ പൊളിച്ചു മാറ്റണം, ആ പള്ളി പൊളിച്ചു മാറ്റണം, അവിടെ ശിവക്ഷേത്രം പണിയണം. അത് കഴിഞ്ഞ് ഇപ്പൊ തൊട്ട അടുത്ത തീർന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു ഷംസി ഷാഹി മസ്ജിദ്, അടുത്ത പള്ളിയാണ്. ഉത്തർപ്രദേശിലെ ബദായിനിൽ നീണ്ട 850 വർഷം പഴക്കമുള്ള 3500ഓളം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒരു പള്ളിയായ ഷംസി ഷാഹി ജുമാ മസ്ജിദ്. ഇനിയിപ്പോ ആ പള്ളി വിട്ടുകിട്ടണം. ആ പള്ളി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, അത് പണ്ട് ക്ഷേത്രമായിരുന്നു, അത് അന്നത്തെ ഭരണാധികാരികൾ കയ്യേറി അവിടെ പള്ളി പണിതതാണ്, അവിടെ ഞങ്ങൾക്ക് ക്ഷേത്രം പണിയണം, ഷംസി ഷാഹി ജുമാ മസ്ജിദ് ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ അത് തകർക്കുമെന്ന പ്രചണ്ഡമായ പ്രചരണവുമായി ഇന്ന് ഈ ഫാസിസ്റ്റ് ശക്തികൾ നടക്കുമ്പോൾ, ഇങ്ങനെ ഓരോരോ പള്ളികൾ അവര് ടാർഗറ്റ് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന, നമ്മുടെ മനോമുഖരത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്താണത്? ബാബരി മസ്ജിദ് തകർത്തു, തൊട്ടു പിന്നാലെ ഗ്യാൻബാബി മസ്ജിദ്, അതുപോലെ ഷാഹി ജുമാ മസ്ജിദ്, മധുര ഈദ്ഗാഹ് മസ്ജിദ്, അജ്മീർ ദർഗ, ഷംസി ഷാഹി ജുമാ മസ്ജിദ്, ഇങ്ങനെ ഓരോരോ പള്ളികൾ ഉന്നം വയ്ക്കുമ്പോൾ എന്താണ് ഈ അക്രമകാരികളെ അള്ളാഹു ഇങ്ങനെ കയറൂരി വിടുന്നത്? എന്താണ് അള്ളാഹു അവരെ പിടിച്ചു നിർത്താത്തത്? അള്ളാഹു എന്താണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത്? ഇത് അള്ളാഹുവിന്റെ പള്ളിയല്ലേ? മഹാന്മാരായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാബുകൾ പിടിച്ചെടുക്കാൻ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അള്ളാഹു ഇടപെടാത്തത് എന്നൊരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ബൈത്ത്, പരിശുദ്ധമായ കഅബാലയം അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിന്റെ ആനപ്പട ആ കഅബാലയം പിടിച്ചെടുക്കാൻ, അത് തകർക്കാൻ വേണ്ടി വന്നപ്പോ വെറും അബാബീൽ പക്ഷികളെ കൊണ്ട് അള്ളാഹു ആ അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിൽ സത്യവിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി മലക്കുകളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാത്തത്? ഇത് പറഞ്ഞങ്ങോട്ട് മുഴിപ്പിക്കാനും അത് ഫലിപ്പിക്കാനും സമയമില്ലല്ലോ. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന കഫറൂ ഇന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം. ഇനി ഇതുപോലൊരു ചിന്ത വരുമ്പോൾ ഈ ആയത്ത് നമ്മൾ ഓർത്തെടുക്കണം. ഇന്നമാ നുംലി ലഹും ലിയസ്താദു ഇസ്മൻ വലഹും അദാബും മുഹീൻ. എന്താണ് അല്ലാഹു പറയുന്നത്? ഇതുപോലെ അക്രമകാരികൾ, ലോകത്ത് അതിക്രമം പ്രവർത്തിക്കുന്നവർ, പള്ളികൾ പൊളിക്കുന്നവർ, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം. ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു തആല ഇങ്ങനെ അക്രമങ്ങൾ പ്രവർത്തിക്കാൻ അല്ലാഹു സമയം നീട്ടി കൊടുക്കുകയാണ്, സന്ദർഭം ഒരുക്കി കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? ഇന്നമാ നുംലി ലഹും ലിയസ്താദു. മാക്സിമം അവരെത്ര അക്രമം പ്രവർത്തിക്കും, എത്ര പള്ളി പൊളിക്കും എന്ന് കാണാൻ വേണ്ടിയാണ്.
എത്ര പള്ളി അവരെ കൊണ്ട് തകർക്കാൻ കഴിയും എന്ന് നോക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇവിടെ അക്രമങ്ങളും അനീതികളും അവർ നടക്കുമ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി പള്ളികൾ തകർക്കുമ്പോൾ അള്ളാഹു പറയുന്നു വലഹും അദാബും മുഹീൻ, അവർക്ക് നീചമായ ശിക്ഷ അവരെ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നാടൻ ഉദാഹരണത്തിൽ പറഞ്ഞാല്, ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി പുഴക്കരികിൽ ഒരു ചൂണ്ടയുമായി പോയിരുന്നു. ശ്രദ്ധിക്കണം, ആ ചൂണ്ടയുടെ അഗ്രത്തിൽ വേറെ പോലുള്ള ഇരകളെ കോർത്തു വയ്ക്കും. എന്തിനാ? മീൻ പിടിക്കാൻ വേണ്ടി. മീൻ ഓർക്കും അയാൾ എനിക്ക് ഭക്ഷണം തരുന്നതാണ്, തീറ്റ തരുന്നതാണ്. ഈ ഒരു ചിന്തയോടുകൂടി ആ ചൂണ്ടയുടെ അഗ്രത്തിലുള്ള ഇരയെ കടിച്ചു കഴിയുമ്പോൾ ആ മീൻപിടുത്തക്കാരൻ തന്റെ ചൂണ്ട പൊക്കി ആ മീനെ പിടിച്ച് തുണ്ടമാക്കി അതിനെ കറിയാക്കുന്നത് പോലെ അള്ളാഹു ഒരു ഇര ഇട്ട് കൊടുക്കുകയാണ്. ബാബരി മസ്ജിദ്, സാഹി ജുമാ മസ്ജിദ്, മദിരയിലെ ഈദ്ഗാഹ് മസ്ജിദ് ഒരു ഇരയാണ്. അള്ളാഹുവിന്റെ കയ്യിലുണ്ട് ഇതിന്റെ ചൂണ്ട. ഇതൊക്കെ ആ ചൂണ്ടയുടെ അഗ്രത്തിൽ കോർത്തിരിക്കുന്ന ഇരകളാണ്. അള്ളാഹു ആ ചൂണ്ട കൊണ്ട് മീനെ പിടിക്കുന്നത് പോലെ ഒരു ദിനം പിടിക്കും ഇവന്മാരെ, ഒരു ദിനം പിടിക്കും ഇവന്മാരെ. കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 32ാമത്തെ വർഷമായ ഇന്ന് നമുക്ക് പറയാനുള്ളത്, ബാബരി നിന്ന സ്ഥലം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ സ്ഥലമാണ്. ഇന്നുകളിലും അത് അള്ളാഹുവിന്റെ ഭവനം നിലനിന്ന സ്ഥലം അള്ളാഹുവിൻ്റെതാണ്. നാളുകളിലും അത് വഖഫ് ഭൂമിയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിനം ആ തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് പുനർപണിയപ്പെടും, അത് പുനർനിർമ്മിക്കപ്പെടും. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ അവിടെ ആരാധനകൾ അർപ്പിക്കും. ആ പള്ളി തകർക്കപ്പെട്ട അതേ സ്ഥലത്ത് അത് പുനർനിർമ്മിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.